സംസ്ഥാനത്തെ 51 ലക്ഷത്തിലധികം പേർക്ക് ആശ്വാസമായി ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും. പെൻഷൻ വിതരണത്തിനായി 1095 കോടി രൂപ സർക്കാർ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വരാനിരിക്കുന്ന മാസം 3-ാം തീയതിക്ക് മുൻപായി സംസ്ഥാനത്തെ മുഴുവൻ ഗുണഭോക്താക്കളുടെയും കൈകളിൽ തുക എത്തിക്കണമെന്നാണ് സർക്കാരിന്റെ കർശന നിർദ്ദേശം. സംസ്ഥാനത്ത് നിലവിൽ 51,11,908 പേരാണ് വിവിധങ്ങളായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ ഉൾപ്പെടെയുള്ളവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിക്ക് കീഴിൽ 8,46,456 പേർക്കും ഈ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. സഹകരണ ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, മറ്റ് ബാങ്കുകൾ എന്നിവ വഴി നേരിട്ടും അക്കൗണ്ടുകൾ മുഖേനയുമാണ് ഗുണഭോക്താക്കളിലേക്ക് തുക വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് സാധാരണ കുടുംബങ്ങളുടെ ഏക വരുമാനമാണ് ഈ പ്രതിമാസ പെൻഷൻ. അതിനാൽ തന്നെ ഒരു തടസ്സവുമില്ലാതെ കൃത്യസമയത്ത് വിതരണം ഉറപ്പാക്കുമെന്ന് ബന്ധപ്പെട്ട മന്ത്രിമാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം സഹകരണ വകുപ്പ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടു. പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച പെൻഷൻ കമ്പനിക്ക് വായ്പയായി തുക സമാഹരിക്കാനായിരുന്നു ഈ കൺസോർഷ്യം ഉണ്ടാക്കിയിരുന്നത്. 9% പലിശ നിരക്കിൽ 3000 കോടി രൂപ സമാഹരിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ 1325 കോടി രൂപ മാത്രമാണ് കൺസോർഷ്യത്തിന് സമാഹരിക്കാൻ സാധിച്ചത്. കൂടാതെ നൽകിയ തുക സർക്കാരിൽ നിന്ന് തിരികെ ലഭിക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാകുന്നുവെന്ന് വിവിധ സഹകരണ സംഘങ്ങൾ പരാതിപ്പെടുകയും ചെയ്തു. ഈ സാമ്പത്തിക പ്രയാസങ്ങളും പരാതികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണം കൂടുതൽ സുഗമമാക്കാൻ പുതിയൊരു കൺസോർഷ്യം രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകൾ UDF സർക്കാർ പരിശോധിച്ചു വരികയാണ്. തുക തടസ്സമില്ലാതെ സാധാരണക്കാരിലേക്ക് എത്തുന്നതിന് ആവശ്യമായ ബദൽ മാർഗങ്ങൾ കണ്ടെത്താനാണ് സർക്കാരിന്റെ നീക്കം. എന്തുതന്നെയായാലും പെൻഷൻ വിതരണം ആരംഭിച്ചതോടെ വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് തുക എത്തിച്ചേരുമെന്നത് വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്.